ഓണം എന്ന് പറയുമ്പം സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ഒക്കെ ഒരു ആഘോഷമാണല്ലോ. ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ചില രുചികൾ നമ്മുടെ നാവിലിൻ്റെ തുമ്പത്തങ്ങനെ നിൽക്കും. ചില പ്രിയപ്പെട്ട രുചികൾ. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അതിൽ ചിലർ കുറച്ചധികം സ്പെഷ്യലായിട്ട് നിൽക്കും. അതുപോലെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പേരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടുകാരായ ദേവിയുടെയും ഷിഫിൻ്റെയും വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഓണം. ഞങ്ങളിതേ അവിടെ ചെന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എന്താ ഓണം വൈബ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു വാവകൾ വരെ ഓണം ആഘോഷിക്കാൻ റെഡിയായി കഴിഞ്ഞു. ഇതും ഒരു പോട്ട്ലക്ക് ഓണസദ്യയാണ് കേട്ടോ. അവരവർക്ക് പറ്റുന്ന പോലെ കുറച്ച് ഡിഷസൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയത് ഓലൻ, കാളൻ, കൂട്ടുകറി, പിന്നെ നമ്മുടെ സ്വന്തം അടപ്രഥമൻ. ഇവിടെ വന്നപ്പോൾ ദേ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു തിരക്കാണ്. ഒരാൾ പപ്പടം കാച്ചുന്നു, ഒരാൾ ബോളി ഉണ്ടാക്കുന്നു. ബോളി എന്നുള്ളത് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നില്ല, പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. മഞ്ജുലേഖ ചേച്ചിയുടെ വകയായിരുന്നു ബോളി. ലേറ്റായി വന്നാൽ എന്താ, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആ ബോളിക്കുട്ടൻ തന്നെ. കാരണം നാട്ടിലുള്ളവർക്ക് പോലും പലപ്പോഴും മിസ്സാകുന്ന ഒരു സംഭവമാണ് ഈ ബോളി. ട്രിവാൻഡ്രം സൈഡിലാണല്ലോ കൂടുതലും ഇത് കാണാറ്. എന്തായാലും ബോളിയും സേമിയ പായസവും, ആഹാ, ഞങ്ങളുടെ ഓണം കളറാവാൻ പിന്നെ വേറെ എന്താ വേണ്ടേ. നാട്ടിലുള്ളവരെക്കാട്ടിലും ഓണം ആഘോഷിക്കുന്നത് നാട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുന്നവരാണെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. പരിചയപ്പെടുത്താൻ മറന്നു, ഇതാണ് ഞങ്ങളുടെ മഞ്ജുലേഖ ചേച്ചി, കൂട്ടത്തിലെ മദാമ. ചേച്ചി തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചിയുടെ സാരിയും സാധനങ്ങളും ഒക്കെ എവിടെയാണെന്ന് വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിറച്ച് പൂക്കളുള്ള ഒരു ഫ്രോക്ക് ഇട്ട് ചേച്ചി ഇങ്ങ് പോന്നു. ഓണമൊക്കെ അല്ലേ, പൂവിനൊരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഇന്നത്തെ സദ്യവട്ടങ്ങളെല്ലാം ദാ ടേബിളിൽ നിരന്നു കഴിഞ്ഞു. നമുക്കൊന്ന് കണ്ടാലോ. പപ്പടം, പുളിയിഞ്ചി, അച്ചാർ, രസം, ഓലൻ, കാളൻ, പരിപ്പ് കറി, പലതരം പച്ചടികൾ, മെഴുക്കുവരട്ടി, തോരൻ, അവിയൽ, എരിശ്ശേരി, സാമ്പാർ, മോര്, പഴം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരം പായസങ്ങൾ, സേമിയ പായസവും അടപ്രഥമനും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ബോളിയും, പിന്നെ ഞാൻ വിട്ടുപോയ ഏതൊക്കെയോ ഡിഷുകൾ വേറെയുണ്ട്. കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായി, വയ്യായികയായി. അതുകൊണ്ട് അതിന് മുന്നേ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു നേരെ ഊണ് കഴിക്കാനായിട്ടിരുന്നു. ഓണം ആഘോഷിക്കാനൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ആകെ ഒരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ, വാഴയില ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് വാഴയില. ദേവി അത് നേരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ദേവിയുടെ അച്ഛനും അമ്മയും കൂടെ പേപ്പർ വാഴയില, കടുമാങ്ങ അച്ചാർ, ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ ഓണത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ ആയിട്ട് ഒരു പാഴ്സലിങ് അയച്ചു. അപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും ഒരു വലിയ താങ്ക്സ്. അതിൻ്റെ ഇടയ്ക്ക് ഈ വിളമ്പുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, വട കൂട്ടുകറി. എല്ലാവരുടെയും മനം ഒരുപോലെ കവർന്ന ഒരു ഐറ്റമായിരുന്നു ഇത്. ദേവി ഉണ്ടാക്കിയതാണ്. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം തന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമായി. എന്തായാലും ഇതൊന്നും കൂടെ ട്രൈ ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളിതേ സദ്യ കഴിക്കാനായിട്ടിരുന്നു. രാധിക ഉണ്ടാക്കിയ പരിപ്പ്, ശില്പ ഉണ്ടാക്കിയ പുളിയിഞ്ചി പച്ചടികൾ, ശിവി ഉണ്ടാക്കിയ മെഴുക്കുവരട്ടി, ദേവി ഉണ്ടാക്കിയ വടക്കൂട്ടുകറിയും അവിയലും, പിന്നെ എൻ്റെ വക കാളനോലൻ, മഞ്ജു ചേച്ചിയുടെ വക മെഴുക്കുവരട്ടി, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയ പല പല ടേസ്റ്റിലെ വിഭവങ്ങളുമായിട്ട് ഞങ്ങളിതേ പെൺപട സദ്യ കഴിക്കാനിരുന്നു. ഈ പറഞ്ഞത് കൂടാതെ ബാക്കി ഐറ്റംസും ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പണ്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് ഓണം ആഘോഷിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമായിരുന്നു. ആ പഴയ നല്ല കാല ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ ഞങ്ങളിതേ പായസ റൗണ്ട് എത്തി. ആദ്യം അടപ്രഥമൻ വിത്ത് പപ്പടം ആൻഡ് പഴം, അത് കഴിഞ്ഞ് പിന്നാലെ ഇന്നത്തെ താരമായ ബോളിയും സേമിയ പായസവും. ഒരുപാട് വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഒരുപാട് വർഷത്തെ അടുപ്പമുണ്ടെങ്കിലും ചില കൂട്ടുകാർക്ക് നമ്മൾ പറയുന്നതും നമ്മളെയും മനസ്സിലാവാറില്ല. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് വളരെ കുറച്ച് നാളത്തെ പരിചയമുള്ളെങ്കിലും എന്നെ മനസ്സിലാക്കുകയും എൻ്റെ അതേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കാനും പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സിനെയാണ് എനിക്കിവിടെ കിട്ടിയത്. പറയാൻ വിട്ടുപോയി, കൂട്ടത്തിലുള്ള ഒരു ഫാമിലി മലയാളി അല്ല കേട്ടോ, അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മുടെ ഓണത്തെപ്പറ്റി കേട്ടപ്പോൾ അവർക്കും നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നവരാണ്. അങ്ങനെ സദ്യ കഴിഞ്ഞ ക്ഷീണത്തിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് അന്താക്ഷരിയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഫോട്ടോ എടുക്കൽ. സാരിയൊക്കെ ഉടുത്ത് നല്ല കേരള വൈബിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ 2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ എങ്ങനെയാ. അങ്ങനെ വെയിൽ പോകുന്നതിന് മുന്നേ ഞങ്ങളിത് നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസും എടുത്തു. ഫോട്ടോസൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാട്ടോ. അതും കഴിഞ്ഞ് നേരെ തിരിച്ച് ദേവിയുടെ വീട്ടിൽ വന്ന് എല്ലാവരും കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പാത്രങ്ങളും എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. എന്തായാലും ഞങ്ങളുടെ ഓണം നല്ല അടിപൊളിയായി കളർഫുള്ളായിട്ടോ. ഇനി കുറച്ച് ഫോട്ടോസ് പ്രഹസനമാകാം. മലയാള തനിമയിൽ കുറച്ചധികം ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. അദ്വയുടെ പ്രായത്തിലുള്ള കുട്ടികളില്ലാഞ്ഞിട്ട് പോലും അവനും നല്ലതുപോലെ എൻജോയ് ചെയ്തു.
വെറൈറ്റി പോസുകൾ പിടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒന്ന് തെക്കോട്ട് നോക്കി, ഒന്ന് വടക്കോട്ട് നോക്കി, പിന്നെ ഒന്ന് നേരെ നോക്കി. പിന്നെ എൻ്റെ ഈ ഫോട്ടോസിൻ്റെ ക്രെഡിറ്റ് അന്നും ഇന്നും എന്നും ശില്പയ്ക്കുള്ളത് തന്നെ. എങ്കിൽ ശരി, മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണും വരേക്കും ബൈ.